താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഫലം പ്രസിദ്ധപ്പെടുത്തിയതെന്നും വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരം ലഭിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കോഴിക്കോട് താമരശ്ശേരിയിലെ എളറ്റിൽ MJHS മാസ്റ്റർ മുഹമ്മദ് ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 6 വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷാഫലം താൽക്കാലികമായി തടഞ്ഞു വയ്ക്കുകയുണ്ടായി. പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 25/2025 പുറപ്പെടുവിച്ച വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. മേൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അപേക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ്. ആഷിഖ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ആഷിഖ്, ഇവരുടെ ഫലം ലഭ്യമാണോ ഇപ്പോൾ? ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളായ 6 വിദ്യാർത്ഥികളുടെ SSLC ഫലം തടഞ്ഞു വെക്കുന്നതിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സർക്കാരിന് നേരെ ഉയർന്നിരുന്നു. പ്രതികളാണ് എന്നതിന്റെ പേരിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരീക്ഷാ ഫലം തടഞ്ഞു വെക്കുന്നതെന്ന ചോദ്യം സർക്കാരിനോട് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ പരാമർശിച്ചിരുന്നു. ഈ പരാമർശത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ഇവരുടെ ഈ 6 വിദ്യാർത്ഥികളുടെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന വിവരം അറിയിക്കുന്നത്. ഇതോടെ 6 പേരുടെ ഫലം പ്രസിദ്ധീകരിക്കുന്നതോടെ ഈ 6 പേർക്കും തുടർ പഠനത്തിനുള്ള അവസരം ലഭ്യമാക്കുമെന്നും ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. വലിയ വിവാദമായ സംഭവത്തിൽ കുട്ടികളുടെ ഫലം പ്രസിദ്ധപ്പെടുത്തരുത് എന്ന ഒരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുകയായിരുന്നു. പിന്നീട് ഇതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട സാഹചര്യം വിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടാകുന്നു. വിദ്യാർത്ഥികൾ പരസ്പരം ആക്രമിക്കുകയും കുത്തുകയും ചെയ്താൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു നിസ്സഹായമായ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിക്കുകയുണ്ടായി.